അടുത്ത ദിവസം നടക്കുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ആ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അഥവാ കമ്പ്യൂട്ടർ ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ഈ ഒരു ക്ലാസ് അവസാനം വരെ നിങ്ങൾ എല്ലാ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരെല്ലാം ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കമ്പ്യൂട്ടറിന്റെ CPU-യിലെ താത്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കമ്പ്യൂട്ടറിന്റെ CPU-യിലെ താത്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം എന്നറിയപ്പെടുന്ന ഏതാണ്? ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആണ് കേട്ടോ. രജിസ്റ്ററുകളെയാണ് താത്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം എന്നറിയപ്പെടുന്നത്. ആൻസർ രജിസ്റ്റർ ആണ്. അപ്പൊ എന്താണ് രജിസ്റ്ററുകൾ എന്ന് നമുക്ക് നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഈ രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-വിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി യൂണിറ്റുകളാണിവ. പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ് രജിസ്റ്ററുകൾ? CPU-വിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി യൂണിറ്റുകളെയാണ് രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഡാറ്റ പ്രോസസ് ചെയ്യുന്ന സമയത്ത് താത്കാലികമായി സൂക്ഷിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം, എന്താണ് ഡാറ്റ പ്രോസസ് ചെയ്യുന്ന സമയത്ത് താത്കാലികമായി സൂക്ഷിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണ് രജിസ്റ്ററുകൾ? രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-വിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി യൂണിറ്റുകളാണിവ. അതോടൊപ്പം തന്നെ ഡാറ്റ പ്രോസസ് ചെയ്യുന്ന സമയത്ത് താത്കാലികമായി സൂക്ഷിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ക്യാഷ് മെമ്മറി എന്താണെന്ന് നോക്കാം. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-വിനും പ്രധാന മെമ്മറിക്കും ഇടയിൽ, അതായത് റാമിനും ഇടയിലുള്ള വേഗതയേറിയ മെമ്മറിയാണിത് കേട്ടോ. വേഗതയേറിയ മെമ്മറിയാണിത്. CPU ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന ഡാറ്റ ഇവിടെ സംഭരിക്കുന്നു കേട്ടോ. അപ്പൊ എന്താണ് ക്യാഷ് മെമ്മറി? എന്താണ് നമുക്കറിയാം, നമ്മളൊരു ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്യാഷ് മെമ്മറിയിലല്ല ഒന്ന് നടക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എന്താണ്, ആ ക്യാഷ് മെമ്മറി പോവും. അത് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? ക്യാഷ് മെമ്മറിയിലാണ് വരുന്നത്. അത്രേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്യാഷ് മെമ്മറി എന്താണ്? ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-വിനും പ്രധാന മെമ്മറിക്കും ഇടയിലുള്ള വേഗതയേറിയ മെമ്മറിയാണിത്. CPU ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന ഡാറ്റ ഇവിടെ സംഭരിക്കുന്നു കേട്ടോ. CPU ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന ഡാറ്റ എവിടെയാണ് സംഭരിക്കുന്നത്? ക്യാഷ് മെമ്മറിയിലാണ് കേട്ടോ. ക്യാഷ് മെമ്മറിയിലാണ് സംഭരിക്കുന്നത്. അടുത്തത് റാം എന്താന്ന് അറിഞ്ഞിരിക്കണം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റാം എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഒരു കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറി ഏതാണ്? റാം ആണ്, റാൻഡം ആക്സസ് മെമ്മറിയാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്നത് എവിടെയാണ്? റാമിലാണ്, റാൻഡം ആക്സസ് മെമ്മറിയിലാണ് സൂക്ഷിക്കുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിലെ വിവരങ്ങൾ നഷ്ടപ്പെടും. അതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അതായത് വൈദ്യുതി നിലച്ചാൽ നമ്മളിപ്പോ റാം വഴി യൂസ് ചെയ്യുന്നൊരു, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്നത് റാമിലാണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്ത് കമ്പ്യൂട്ടർ പോയി, പിന്നെ എടുത്തു കഴിഞ്ഞാൽ ആ മെമ്മറി അവിടെ കാണില്ല. കാരണം എന്താണ്? അതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് വൈദ്യുതി നിലച്ചാൽ, അതാണ് കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞാൽ, വൈദ്യുതി നിലച്ചു കഴിഞ്ഞാൽ ഇതിലെ വിവരങ്ങൾ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറിയാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കപ്പെടുന്നത് റാമിലാണ്. വൈദ്യുതി നിലച്ചാൽ ഇതിലെ വിവരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ റാൻഡം ആക്സസ് മെമ്മറി അഥവാ റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ് കേട്ടോ. വോളറ്റൈൽ മെമ്മറിയാണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. റാം എന്താണ്? ഒരു വോളറ്റൈൽ മെമ്മറിയാണ് കേട്ടോ. അടുത്തത് റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറിയാണ്. അതിനെ നമ്മൾ നോൺ വോളറ്റൈൽ എന്നാണ് പറയുന്നത്. അതായത് താൽക്കാലികമായിട്ടുള്ള മെമ്മറി അല്ല, സ്ഥിരമായിട്ടുള്ള മെമ്മറിയാണ്. അതുകൊണ്ടാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറിയാണ് റോം അഥവാ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. റോം എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ് കേട്ടോ. നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം, മെമ്മറി ഹൈറാർക്കി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം.
അതായത് നമ്മുടെ ഓരോ മെമ്മറിയുടെയും വേഗതയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റേഴ്സ് ആണ് ആദ്യം വരുന്നത് കേട്ടോ. വേഗതയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റേഴ്സ്, ക്യാഷെ മെമ്മറി, അതിനുശേഷം റാം, ഏറ്റവും അവസാനമായിരിക്കും ഹാർഡ് ഡിസ്ക് വരുന്നത് കേട്ടോ. അപ്പം ഇതിൽ രജിസ്റ്ററുകൾക്കാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. അപ്പൊ മെമ്മറി ഹൈറാർക്കിയിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ആർക്കാണ്? രജിസ്റ്ററുകൾക്കാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് ഡിവൈസുകളുണ്ട്. ഇൻപുട്ട് ഉപകരണമുണ്ട്, അഥവാ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. OMR എന്താണ്? OMR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അല്ലേ? അപ്പൊ റീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണത്? അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ എ OMR ആണ് വരുന്നത്. പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇൻപുട്ട് ഡിവൈസുകൾ അഥവാ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്, കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇൻപുട്ട് ഡിവൈസുകളുടെ ഉദാഹരണങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ കീബോർഡ്, മൗസ്, സ്കാനർ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെന്ന്, MICR, അതുപോലെ തന്നെ OCR തുടങ്ങിയവയൊക്കെ ഇൻപുട്ട് ഡിവൈസുകളാണ് കേട്ടോ. അപ്പൊ എന്താ? അതുപോലെ തന്നെ OMR, ഇവിടെ ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് വന്നത് OMR ആണ്. OMR എന്താണ്? OMRന്റെ ഫുൾ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ് കേട്ടോ. പഠിച്ചു നോക്കണം. OMR എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. നമ്മൾ PSC പരീക്ഷയിൽ OMR ഷീറ്റിലല്ലേ എഴുതുന്നത്. അത് റീഡ് ചെയ്യുന്ന ഒരു റീഡർ ഉണ്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ PSCയിൽ നമ്മൾ കറുപ്പിച്ചു കൊടുത്തില്ലേ ആ ഷീറ്റ്, നമ്മുടെ ആൻസർ ഷീറ്റ് അവർ കൊണ്ടുപോയിട്ട് ഓരോന്നും എണ്ണി നോക്കിയാണോ നമുക്ക് മാർക്ക് ഇടുന്നത്? അല്ലല്ലോ. അത് OMR റീഡറിൽ കൊണ്ടുവച്ച് ആ റീഡർ സ്കാൻ ചെയ്തെടുത്തിട്ടല്ലേ നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പൊ അത്രയും കണക്ട് ചെയ്ത് പഠിച്ചോണം. OMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. അതായത് പെൻസിൽ അല്ലെങ്കിൽ പേന ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ വിവരങ്ങൾ വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണിത്. മത്സര പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുന്നതിനാണ് ഇത് പൂർണ്ണമായും ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. അതുപോലെ തന്നെ MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. MICR എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. അതായത് ബാങ്ക് ചെക്കുകളിലെ നമ്പറുകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ. അപ്പൊ MICR ഒക്കെ ഓർത്ത് വെക്കണം. MICR ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ. ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ എന്താണ് MICR എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ, ബാങ്ക് ചെക്കുകളിലെ നമ്പറുകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ OCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ് കേട്ടോ. അതായത് OCR എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. അതായത് അച്ചടിച്ചതോ കൈപ്പടിയിലുള്ളതോ ആയ അക്ഷരങ്ങളെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് OCR. അപ്പോൾ പ്രധാന ഇൻപുട്ട് ഡിവൈസുകളുടെ ഉദാഹരണങ്ങൾ അറിഞ്ഞിരിക്കണം. കീബോർഡ്, മൗസ്, സ്കാനർ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെന്ന്, MICR അഥവാ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ, OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ, അതുപോലെ തന്നെ OMR എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്താണ്? കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത വിവരങ്ങൾ പുറത്തേക്ക് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. നമുക്കറിയാം ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്താണ്? നമുക്ക് ഔട്ട്പുട്ട് തരാൻ ഉപയോഗിക്കുന്നത്, അതായത് നമുക്ക് എന്ത് നമ്മൾ അടിച്ചു കൊടുത്താലും ഒരു ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. അതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ് മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, പ്രൊജക്ടർ. നിങ്ങൾക്ക് അറിയാം ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്തൊക്കെയാണ്. ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. മോണിറ്റർ വരും, സ്പീക്കർ വരും, പ്ലോട്ടർ വരും, അതുപോലെ തന്നെ പ്രിന്റർ വരും, പ്രൊജക്ടർ വരും. അതുപോലെ തന്നെ പ്ലോട്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പ്ലോട്ടർ ആണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പുകൾ, വലിയ ചാർട്ടുകൾ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ എന്നിവ ഉയർന്ന നിലവാരത്തിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് പ്ലോട്ടർ? മാപ്പുകൾ, വലിയ ചാർട്ടുകൾ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ എന്നിവ ഉയർന്ന നിലവാരത്തിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി പറയുന്ന പേരാണ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി NIC ആണ്. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ ഓരോന്നും നോക്കി പോവാം. ഫസ്റ്റ് തന്നെ റൂട്ടർ. എന്താണ് റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നിലധികം നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഡാറ്റ പാക്കറ്റുകളെ അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യമായ പാതയിലേക്ക് അയക്കാനും റൂട്ടർ സഹായിക്കുന്നു. ഇത് നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്.
ഒന്നുകൂടെ പറയാം, റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഡാറ്റ പാക്കറ്റുകളെ അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യമായ പാതയിലൂടെ അയക്കാനും റൂട്ടർ സഹായിക്കുന്നു. ഇത് നെറ്റ്വർക്ക് ലെയറിലാണ് റൂട്ടർ പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത മോഡം. മോഡം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ്? നമ്മുടെ എല്ലാ വീട്ടിലും ഓഫീസുകളിലും ഒക്കെ കാണുന്നതാണ് മോഡം. എന്താണ് മോഡം എന്ന് പറഞ്ഞാൽ? എന്താണ്? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. അപ്പൊ മോഡത്തിന്റെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കണം. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നാണ്. മോഡത്തിന്റെ ഫുൾ ഫോം എന്താണ്? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നതിന്റെ ചുരുക്ക രൂപമാണ് മോഡം എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായി തിരിച്ചും മാറ്റാൻ ഇത് ഉപയോഗിക്കുന്നു. ഇന്റർനെറ്റ് കണക്ഷൻ ഇത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഇന്റർനെറ്റ് കണക്ഷൻ എന്താണ്? അത്യാവശ്യമായ ഒരു ഘടകമാണ് മോഡം. ഇനി അടുത്തത് NIC. NIC എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. NIC അഥവാ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹാർഡ്വെയർ ഘടകമാണിത്. ഓരോ NICക്കും തനതായ ഒരു MAC അഡ്രസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹാർഡ്വെയർ ഘടകമാണ് NIC അഥവാ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓരോ NICക്കും തനതായ ഒരു MAC അഡ്രസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന രണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ അഥവാ LAN തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. അപ്പൊ ബ്രിഡ്ജ് എന്താണ്? ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന രണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. രണ്ട് LAN അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരേ പ്രോട്ടോകോൾ വെച്ച് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലം എന്നല്ലേ അർത്ഥം. അപ്പൊ രണ്ടെണ്ണത്തെ കണക്ട് ചെയ്യുന്നത് എന്താണ്? പാലമാണ്. ക്ലിയർ ആണ്. അടുത്തത് ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത പ്രോട്ടോകോളുകളെ ഉപയോഗിക്കുന്ന രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഗേറ്റ് വേ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പൊ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് കയറുന്നതിനല്ലേ ഗേറ്റ് വേ എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങൾ തമ്മിൽ കയറുന്നതിനല്ലേ പറയുന്നത്. അപ്പൊ ആ ഒരു ഉദ്ദേശം വെച്ച് തന്നെ പഠിക്കണം. ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഗേറ്റ് വേ ഉപയോഗിക്കുന്നു. ഇതിനെ നെറ്റ്വർക്കുകളുടെ പ്രവേശന കവാടം എന്നും വിളിക്കുന്നു കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. നെറ്റ്വർക്കുകളുടെ പ്രവേശന കവാടം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഗേറ്റ് വേ ആണ്. അടുത്തത് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലളിതമായ ഉപകരണമാണ്. അപ്പൊ ഹബ്ബ് എന്താണ്? ഒരു നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലളിതമായ ഉപകരണമാണ്. ഇതിന് ഡാറ്റ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവില്ല കേട്ടോ. അപ്പൊ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ലളിതമായിട്ടുള്ള ഉപകരണമാണ്. ഇനി സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഹബിനേക്കാൾ കാര്യക്ഷമമായിട്ടുള്ള ഉപകരണമാണ് സ്വിച്ച്. ഡാറ്റ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ അയക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി അവിടെ എത്തിക്കാൻ സ്വിച്ചിന് സാധിക്കും. ഇതിനെ ഇന്റലിജന്റ് ഹബ്ബ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്റലിജന്റ് ഹബ്ബ് എന്നറിയപ്പെടുന്ന ഏതാണ്? സ്വിച്ചിനെയാണ് അറിയപ്പെടുന്നത്. ഹബിനേക്കാൾ കാര്യക്ഷമമായ ഉപകരണമാണ്. ഡാറ്റ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ അയക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി അവിടെ എത്തിക്കാൻ സ്വിച്ചിന് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യമാണ്, ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയത്തെ പറയുന്ന പേര് എന്താണ്? അപ്പൊ എന്താണ്? ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയത്തെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ D ആണ് കേട്ടോ. ടേൺ അറൗണ്ട് സമയമാണ് കേട്ടോ. ടേൺ അറൗണ്ട് സമയം. അപ്പൊ എന്താണ് ടേൺ അറൗണ്ട് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടേൺ അറൗണ്ട് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് എക്സിക്യൂഷനായി സമർപ്പിച്ചത് മുതൽ അത് പൂർത്തിയാകുന്നത് വരെയുള്ള ആകെ സമയമാണിത്. ഇതിൽ വെയിറ്റിംഗ് സമയവും എക്സിക്യൂഷൻ സമയവും ഉൾപ്പെടുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ആ പേര് കേട്ടാൽ തന്നെ ടേൺ അറൗണ്ട് സമയം. അതായത് എന്താണ്? ഒന്ന് ടേൺ ചെയ്തൊന്ന് അറൗണ്ട് ചെയ്തിട്ട് വരുന്ന ആ സമയം. അതായത് ഒരു പ്രോസസ് എക്സിക്യൂഷനായി സമർപ്പിച്ചത് മുതൽ അത് പൂർത്തിയാകുന്നത് വരെയുള്ള സമയത്തെയാണ് ടേൺ അറൗണ്ട് സമയം എന്ന് പറഞ്ഞത്. ആ ടേൺ അറൗണ്ട് സമയത്തിൽ വെയിറ്റിംഗ് സമയവും എക്സിക്യൂഷൻ സമയവും എല്ലാം ഉൾപ്പെടുന്ന സമയമാണ് ടേൺ അറൗണ്ട് സമയം എന്ന് പറഞ്ഞത്. അതായത് ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയത്തെ പറയുന്ന പേരാണ് ടേൺ അറൗണ്ട് സമയം. ഇനി അടുത്തത് വെയിറ്റിംഗ് സമയം. വെയിറ്റിംഗ് സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് റെഡി ക്യൂവിൽ CPU ലഭിക്കാനായി കാത്തിരിക്കുന്ന ആകെ സമയമാണ് കേട്ടോ. അപ്പം എന്താണ്? ഒരു പ്രോസസ് റെഡി ക്യൂവില് CPU ലഭിക്കാനായി കാത്തിരിക്കുന്ന ആ സമയത്തെ പറഞ്ഞാണ് വെയിറ്റിംഗ് സമയം എന്ന് പറയുന്നത്. ഇനി സീക്ക് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്കിലെ റീഡ് ഓർ റൈറ്റ് ഹെഡ് ആവശ്യമായുള്ള ഡാറ്റയുടെ ട്രാക്കിൽ എത്താൻ എടുക്കുന്ന സമയമാണ് സീക്ക് സമയം. അപ്പൊ സീക്ക് സമയം എന്താണ്? സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ഹാർഡ് ഡിസ്കിലെ റീഡ് ഓർ റൈറ്റ് ഹെഡ് ആവശ്യമായ ഡാറ്റയുടെ ട്രാക്കിലേക്ക് എത്താൻ എടുക്കുന്ന സമയത്തെയാണ് സീക്ക് സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാറ്റൻസി ടൈം അഥവാ റൊട്ടേഷണൽ ലാറ്റൻസി എന്ന് പറയുന്നത്. ലാറ്റൻസി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ശരിയായ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റയുടെ സെക്ടർ ഹെഡിന് താഴെ എത്താൻ എടുക്കുന്ന സമയമാണിത്. ഒന്നുകൂടെ പറയാം, ലാറ്റൻസി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ശരിയായ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റയുടെ സെക്ടർ ഹെഡിനെ താഴെ എത്താൻ എടുക്കുന്ന സമയത്തെയാണ് ലാറ്റൻസി ടൈം എന്ന് പറയുന്നത്. ഇനി റെസ്പോൺസ് ടൈം. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് സമർപ്പിച്ച ശേഷം ആദ്യത്തെ പ്രതികരണം ലഭിക്കാൻ എടുക്കുന്ന സമയമാണ് കേട്ടോ. ഇപ്പൊ നമുക്കറിയാം ആദ്യത്തെ റെസ്പോൺസ് കിട്ടാൻ എടുക്കുന്ന സമയമാണ് റെസ്പോൺസ് ടൈം. ഇനി ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ CPU പൂർത്തിയാക്കുന്ന പ്രോസസ്സുകളുടെ എണ്ണത്തെ ത്രൂപുട്ട് എന്ന് വിളിക്കുന്നു. ഇത് കൂടുതൽ സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു കേട്ടോ, ത്രൂപുട്ട്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? അപ്പൊ HTML എന്താണെന്ന് അറിയാലോ. HTML ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഏത് HTML ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സെലക്ട് ടാഗ് ആണ് കേട്ടോ. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സെലക്ട് ടാഗ് ആണ്. അപ്പൊ എന്താണ് സെലക്ട് ടാഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. HTML ലാംഗ്വേജിലെ സെലക്ട് ടാഗ് എന്ന് പറഞ്ഞത് വെബ് പേജുകളിൽ ഡ്രോപ്പ് ഡൗൺ മെനുകൾ നിർമ്മിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഡ്രോപ്പ് ഡൗൺ മെനുകൾ ലിസ്റ്റുകൾ നിർമ്മിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ടാഗിനുള്ളിൽ ഓരോ ഓപ്ഷനുകൾ നൽകുന്നത് എന്ന ടാഗ് ഉപയോഗിച്ചാണ് കേട്ടോ. അപ്പൊ സെലക്ട് ഇതിനകത്ത് ഈ ടാഗിനുള്ളിൽ ഓരോ ഓപ്ഷൻസ് എന്ന ടാഗ് ഉപയോഗിച്ചാണ് നൽകുന്നത് കേട്ടോ. അപ്പൊ സെലക്ട് എന്ന് പറഞ്ഞ ടാഗ് മനസ്സിലായി. സെലക്ട് എന്ന് പറഞ്ഞ ടാഗ് എന്താണ്? വെബ് പേജുകളിൽ ഡ്രോപ്പ് ഡൗൺ മെനുകൾ ലിസ്റ്റുകൾ നിർമ്മിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇൻപുട്ട് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോക്താവിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള വിവിധ രൂപങ്ങളാണ് ഇൻപുട്ട് ടാഗിൽ വരുന്നത്. അതിനകത്ത് ടെക്സ്റ്റ് ബോക്സ് വരും, റേഡിയോ ബട്ടൺ വരും, ചെക്ക് ബോക്സ് വരും, സബ്മിറ്റ് ബട്ടൺ വരും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്നത്. ഇനി LI ടാഗ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഐറ്റം ടാഗ് എന്നാണ്. ലിസ്റ്റ് ഐറ്റം. അപ്പൊ LI ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓർഡർ ലിസ്റ്റിലെയോ അൺഓർഡേർഡ് ലിസ്റ്റിലെയോ ഓരോ ഇനങ്ങളും ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗാണ് LI ടാഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത DL ടാഗ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ടാഗിനെ സൂചിപ്പിക്കുന്നതാണ് DL ടാഗ്. അതായത് ഒരു വിവരണ പട്ടിക അഥവാ ഡിസ്ക്രിപ്ഷനോ ആവാം, ഡെഫിനിഷൻസും ആവാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് DL ടാഗ് കേട്ടോ. DL ടാഗ് കേട്ടോ, മറന്നുപോലെ DL ടാഗ്. അതുപോലെ തന്നെ HTML എന്ന് പറഞ്ഞാൽ എന്താണ്? HTML ലാംഗ്വേജ് ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജിനെയാണ് HTML എന്ന് പറയുന്നത്. ടീം ബേണേഴ്സ്ലി ആണ് ഇത് വികസിപ്പിച്ചത് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം. HTML ലാംഗ്വേജ് വികസിപ്പിച്ചത് ആരാണ്? ടീം ബേണേഴ്സ്ലി ആണ് HTML ലാംഗ്വേജ് വികസിപ്പിച്ചത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ഉണ്ട്. അതിന്റെ കാര്യം നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടിയാണ്. നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള ഒരു 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവിന് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. കാരണം ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 10ഉം 20 മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ആ കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക എന്നാണ്. നമ്മൾ പഠിച്ചാണ് ഹബ്ബ്, റൂട്ടർ, റിപ്പീറ്റർ, ഗേറ്റ്വേ ഒക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പം നമുക്ക് നോക്കാം. ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതിനാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇനി റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ടർ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റൂട്ടർ എന്താണ്? 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. ഇനി നമ്മുടെ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവയാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1D 2C 3B 4A ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU വേഗത്തിലുള്ള പ്രോസസ്സിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ക്യാഷെ മെമ്മറിയാണ്. നമ്മൾ പഠിച്ചാണ് ക്യാഷെ മെമ്മറിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പൊ ആൻസർ ഏതാണ്? ക്യാഷെ മെമ്മറിയാണ്. അടുത്ത ചോദ്യം,
ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് പറയുന്ന പേരാണ് ആൻസർ ഓപ്ഷൻ സി, വെബ് ജാക്കിംഗ് ആണ് കേട്ടോ. വെബ് ജാക്കിംഗ് ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിന്ന് അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ എന്താണ്? ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയെ പറയുന്ന പേരാണ് ആൻസർ ഓപ്ഷൻ സി, വെബ് ജാക്കിംഗ് എന്നുള്ളത്. അപ്പൊ എന്താണ് വെബ് ജാക്കിംഗ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകാം. വെബ് ജാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ വെബ്സൈറ്റിന് സമാനമായ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ചതാണ്. ക്ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് വ്യാജ വെബ്സൈറ്റ് ആണ്. വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് ഉപയോക്താക്കളെ വശീകരിച്ച് അവിടെ എത്തിക്കുകയും അവരുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന രീതിയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥ വെബ്സൈറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഹാക്കർ കൈക്കലാക്കുന്ന അവസ്ഥയാണിത് കേട്ടോ. യഥാർത്ഥ വെബ്സൈറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഹാക്കർ കൈക്കലാക്കുന്ന അവസ്ഥയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഫിഷിംഗ് എന്താണെന്ന് നോക്കാം. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിലുകൾ, SMS-കൾ അല്ലെങ്കിൽ വ്യാജ വെബ് ലിങ്കുകൾ വഴി ഉപയോക്താക്കളെ കബളിപ്പിച്ച് ബാങ്ക് വിവരങ്ങളും പാസ്വേഡുകളും മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. അതാണ് നമ്മൾ ഒരു ചൂണ്ട ഇട്ട് കൊടുത്തിട്ട് എടുക്കുന്നതല്ലേ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ചൂണ്ട ഇട്ട് എടുത്തിട്ട് മീന് തീറ്റ കൊടുത്തിട്ട് മീനെ വലിച്ചെടുക്കുന്നതല്ലേ. അത് ഒരെണ്ണം ഇരക്കിട്ട് കൊടുത്ത് ഇരയെ കൊണ്ട് പിടിച്ച് കയറ്റുന്നതല്ലേ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിലുകൾ, SMS-കൾ അല്ലെങ്കിൽ വ്യാജ വെബ് ലിങ്കുകൾ വഴി ഉപയോക്താക്കളെ കബളിപ്പിച്ച് ബാങ്ക് വിവരങ്ങൾ, പാസ്വേഡുകളും മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റാൻസോം വയർ കേട്ടോ. റൻസോം വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൻസോം വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലെ ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്ത് ലോക്ക് ആക്കുകയും അവ തിരികെ നൽകുന്നതിനായി പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന തരം മലീഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് റൻസോം വെയർ എന്ന് പറയുന്നത്. ഇനി സലാമി ആക്രമണം. സലാമി ആക്രമണം നമ്മൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ. സലാമി അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തുകയിൽ നിന്ന് വളരെ ചെറിയ അംശങ്ങൾ പലതവണയായി മോഷ്ടിക്കുന്ന രീതിയാണ്. ഇത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം. വലിയൊരു തുകയിൽ നിന്ന് വളരെ ചെറിയ അംശങ്ങൾ, അതായത് ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പൈസകൾ മാത്രം പലതവണയായിട്ട് ചെറിയ രീതിയിൽ മോഷ്ടിക്കുന്ന രീതിയാണ് സലാമി ആക്രമണം എന്ന് പറയുന്നത് കേട്ടോ. സലാമി ആക്രമണം. ഇനി അടുത്തത് ഡയൽ ഓഫ് സർവീസസ്, ഡോസ് എന്ന് പറയും. ഡയൽ ഓഫ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്കോ നെറ്റ്വർക്കിലേക്കോ അമിതമായ ട്രാഫിക് അയച്ച് അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതി. അപ്പൊ എന്താണ് ഡയൽ ഓഫ് സർവീസസ്, ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്കോ നെറ്റ്വർക്കിലേക്കോ അമിതമായ ട്രാഫിക് അയച്ച് അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയാണ് ഡയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്പാം എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്നതാണ് സ്പാം ആണ് എടുക്കല്ലെന്നൊക്കെ പറയത്തില്ലേ നമ്മൾ. അപ്പൊ സ്പാം എന്താണ്? സ്പാം മെസ്സേജുകളൊക്കെ വരത്തില്ലേ, സ്പാം കോളുകളും സ്പാം മെസ്സേജുകളൊക്കെ വരത്തില്ല. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോക്താവ് ആവശ്യപ്പെടാതെ വരുന്ന പരസ്യങ്ങളോ ലിങ്കുകളോ അടങ്ങിയ അനാവശ്യ ഇമെയിലുകളെയാണ് സ്പാം എന്ന് പറയുന്നത് കേട്ടോ. സ്പാം മെസ്സേജസ് ആവാം, സ്പാം മെയിലുകളാവാം കേട്ടോ. അടുത്ത ചോദ്യം സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അപ്പൊ എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, OSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സോഴ്സ് കോഡ് എല്ലാവർക്കും ലഭ്യമായതും അത് ആർക്കും പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും വിതരണം ചെയ്യാനും അനുവാദമുള്ളതുമായ സോഫ്റ്റ്വെയർസിനാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ലിനക്സ്, ആൻഡ്രോയിഡ്, VLC, മീഡിയ പ്ലെയർ, മോസില്ല ഫയർഫോഴ്സ്, ലിബ്രെ ഓഫീസ് ഒക്കെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ മാത്രം ഉടമസ്ഥാവകാശമുള്ള സോഫ്റ്റ്വെയറുകളെയാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഇവ സോഴ്സ് കോഡ് ഉപയോക്താക്കൾക്ക് ലഭ്യമല്ല. ഇതിനെ ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്നും വിളിക്കും കേട്ടോ. ഉദാഹരണങ്ങളാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്, അഡോബ് ഫോട്ടോഷോപ്പ്, മാക് OS ഒക്കെ എന്താണ്
പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. ഇനി ഫ്രീവെയർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായി ഉപയോഗിക്കാൻ ലഭിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ഫ്രീവെയർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്. എന്നാൽ ഇവയുടെ സോഴ്സ് കോഡ് ലഭ്യമല്ല, മാറ്റങ്ങൾ വരുത്താനും സാധിക്കില്ല. അതായത് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് നമ്മുടെ വാട്സപ്പ്, ഗൂഗിൾ ക്രോം, സ്കൈപ്പ് തുടങ്ങിയതൊക്കെ ഇല്ലേ, വാട്സപ്പ് ഒക്കെ എന്താണ് ഫ്രീവെയറിന് ഉദാഹരണങ്ങളാണ്. ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സൗജന്യമായി ഉപയോഗിക്കാൻ ലഭിക്കുന്ന സോഫ്റ്റ്വെയറാണ്. എന്നാൽ ഇവയുടെ സോഴ്സ് കോഡ് ലഭ്യമല്ല, മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് വാട്സപ്പിന് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ്, ആ മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തില്ല. പക്ഷെ അതൊരു ഫ്രീ വെയർ ആണ് കേട്ടോ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം, ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗൂഗിൾ ആണ് കേട്ടോ, ഗൂഗിൾ. അപ്പൊ എന്താണ് ഗൂഗിൾ എന്ന് നമുക്ക് നോക്കാം. ഗൂഗിള് 1998 സെപ്റ്റംബർ 4 ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് ഗൂഗിൾ സ്ഥാപിച്ചത്. കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷണ പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് ആരംഭിച്ചത് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, 1998 സെപ്റ്റംബർ 4 ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് ഗൂഗിൾ സ്ഥാപിച്ചത്. കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷണ പ്രോജക്റ്റ് ആയിട്ടാണ് ഗൂഗിൾ ആരംഭിച്ചത്. ആൽഫാബെറ്റ് INC അഥവാ ഗൂഗിളിന്റെ മാതൃ കമ്പനിയാണ് ആൽഫാബെറ്റ് ആണ് ഗൂഗിളിന്റെ മാതൃകാ കമ്പനി കേട്ടോ, മാതൃകമ്പനി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം ഗൂഗിളിന്റെ മാതൃ കമ്പനി ഏതാണെന്ന് ചോദിക്കാം, ഏതാണ്? ആൽഫാബെറ്റ് ആണ് കേട്ടോ. അടുത്തത് യാഹു എന്താണെന്ന് നോക്കാം. യാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറി യാങ്ങും ഡേവിഡ് ഫിലോയും ചേർന്ന് 1994 സ്ഥാപിച്ചതാണ് യാഹു കേട്ടോ. അതുപോലെ ബിങ് എന്താണ്? മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിനാണ് ബിങ് കേട്ടോ. ബിങ്. അതുപോലെ തന്നെ സഫാരി എന്താണ്? നമ്മൾ ആപ്പിൾ യൂസേഴ്സിന് സുപരിചിതമായിരിക്കുമല്ലോ സഫാരി എന്താണ്? ആപ്പിൾ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു വെബ് ബ്രൗസർ ആണ് സഫാരി എന്ന് പറയുന്നത്. ഇത് സെർച്ച് എഞ്ചിൻ അല്ല കേട്ടോ. ഇപ്പൊ സഫാരി സെർച്ച് എഞ്ചിൻ അല്ല, വെബ് ബ്രൗസർ ആണ് കേട്ടോ. മറ്റ് പ്രശസ്തമായിട്ടുള്ള സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബൈഡു ചൈനയുടെയാണ് കേട്ടോ, ബൈഡു. അതുപോലെ തന്നെ ഡക്ടക്കോ, അതുപോലെ തന്നെ യാൻഡെക്സ് കേട്ടോ. ഇതെല്ലാം പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ പ്രശസ്തമായിട്ടുള്ള സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ്? മറ്റ് പ്രധാന സെർച്ച് എഞ്ചിനുകൾ ബൈഡു, ഡക്ടക്കോ, യാൻഡെക്സ്. എന്നിവ സെർച്ച് എഞ്ചിനുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആർക്കിയാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആർക്കിയാണ് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനായി കണക്കാക്കപ്പെടുന്നത്. ഇത് അലൻ എംറ്റേജ് ആണ് വികസിപ്പിച്ചത് കേട്ടോ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആർക്കിയാണ് കേട്ടോ, ആർക്കി. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? അപ്പൊ സ്പീക്കർ ഇൻപുട്ട് ഉപകരണമാണോ? അല്ല, സ്പീക്കർ ഔട്ട്പുട്ട് ഉപകരണമാണ്. മോണിറ്ററോ ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്രിന്ററോ ഔട്ട്പുട്ട് ഉപകരണമാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, സ്കാനർ മാത്രമാണ് എന്താണ് ഇൻപുട്ട് ഉപകരണമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ. വേർഡ് പ്രോസസർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഉപയോക്താവിന് ഒരു പ്രത്യേക ജോലി അഥവാ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് അറിയാമല്ലോ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന്. എന്താണ് നമുക്ക്, അതായത് ഉപയോക്താവിന് ഒരു പ്രത്യേക ജോലി സ്പെഷ്യൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. MS വേർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് വേർഡ് ടൈപ്പിലുള്ള ഒരു ലെറ്റർ അയക്കാനോ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ MS വേർഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ MS Excel എന്താണ് സ്പ്രെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ എന്തിനാണ്? അക്കൗണ്ടിങ് പർപ്പസിനൊക്കെ വേണ്ടിയല്ലേ, ഒരു സ്പെഷ്യൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ VLC പ്ലെയർ, ഫോട്ടോഷോപ്പ്, വെബ് ബ്രൗസർ എന്നിവയൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണങ്ങൾ കേട്ടോ. അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? MS വേർഡ്, MS Excel, VLC പ്ലെയർ, ഫോട്ടോഷോപ്പ്, വെബ് ബ്രൗസേഴ്സ്. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കാനും മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കാനും മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഡിവൈസ് ഡ്രൈവേഴ്സ്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഡിവൈസ് ഡ്രൈവേഴ്സ്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്?
കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഉപയോക്താവിനും ഇടയിലുള്ള ഒരു മാധ്യമം അഥവാ ഇന്റർഫേസ് ആയി പ്രവർത്തിക്കുന്ന പ്രധാന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അഥവാ OS ഏതൊക്കെയാണ്? നമുക്കറിയാം വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് എന്നിവ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖല എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. വാൻ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ലാൻ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് ലാന്. വാന് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. അടുത്ത ചോദ്യം, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ബ്രൗസർ ആണ് കേട്ടോ. അപ്പോൾ ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ബ്രൗസർ. അടുത്ത ചോദ്യം, IT ആക്ട് നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി, 2000 ആണ് കേട്ടോ. IT ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ്? 2000 ആണ്. നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 നമ്മുടെ IT ആക്ട് നിലവിൽ വന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു 3 സെറ്റ് ഓഫ് പ്രീവിയസ് ഇയർ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ റിവിഷൻ റിലേറ്റഡ് ഫാക്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനി ഇതുപോലുള്ള പരീക്ഷയ്ക്ക് മുമ്പ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും സബ്ജക്റ്റിന്റെ PVQ റിവിഷൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് ചെയ്ത് കൊടുക്കാനും ഒന്ന് ശ്രമിക്കണേ. അപ്പൊ അതോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ആരും മടി കാണിക്കില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.